പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36 അധ്യായത്തിൽ 26 വാക്യം, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പലരുടെയും ജീവിതം കയ്പ് നിറഞ്ഞ മരത്തിന്റെ വേര് എന്ന് വിളിക്കപ്പെടാൻ തക്കവിധം അശുദ്ധിയും പാപവും നിറഞ്ഞ കയ്പ് നീർ തടാകങ്ങൾ പോലെയുള്ള ജീവിതങ്ങളായിരിക്കാം. പക്ഷേ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം നമ്മെ എന്നേക്കുമായി തള്ളിക്കളയുന്നില്ല. ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം ഇപ്രകാരമത്രേ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളും ഈ ശുശ്രൂഷകളും കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും വലിയ ദൈവിക അനുഗ്രഹത്തിന്റെ നിമിഷമായി മാറട്ടെ. ഓ പിതാവേ, കരുണയോടെ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കരുണയോടെ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ എത്രയോ ബലഹീനരാണ്. ഞങ്ങൾ എത്രയോ പാപത്തിലിരിക്കുന്നു. ഞങ്ങൾ എത്രയോ തകർച്ചയിലിരിക്കുന്നു. ഞങ്ങൾ എത്രയോ അശുദ്ധിയിലിരിക്കുന്നു. ഓ ദൈവമേ, അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. അങ്ങ് മാത്രമാണ് ബലവാൻ. അങ്ങ് മാത്രമാണ് അമർത്യൻ. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമെത്രേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളെയും അവിടുന്ന് സ്പർശിക്കണമേ. അങ്ങയുടെ വിശുദ്ധിയുടെ സ്പർശനങ്ങൾ എല്ലാ മക്കൾക്കും നൽകണമേ പിതാവേ. തകർന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കുടുംബം മുഴുവനും ഒന്നിച്ചിരുന്ന് വചനം കേൾക്കാൻ, കുടുംബം മുഴുവനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിപ്പാൻ, പരിശുദ്ധാത്മാവിൽ നവീകരിക്കപ്പെടാൻ ഓ പിതാവേ, പുത്രന്റെ നാമത്തിൽ കുടുംബങ്ങളിലേക്ക് അനുഗ്രഹം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ നമ്മുടെ ഹൃദയം എപ്രകാരമുള്ളതാണ് എന്നത് പ്രധാനപ്പെട്ടതാണ്. ദൈവം അനുഗ്രഹം വർഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയം എപ്രകാരമുള്ളതാണ് എന്നുള്ളത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പലസ്തീന നാട്ടിൽ ഒരു അനുഗ്രഹത്തിന്റെ നദിയുണ്ട്. ദൈവത്തിന്റെ ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ നടന്ന ഒരു നദി. ആ നദിയുടെ പേരാണ് ജോർദാൻ. പ്രൈസ് ദ ലോർഡ്. ജോർദാൻ നദി, ജോർദാൻ നദിക്കര ബൈബിളിലെ പുണ്യ തീരമാണ്. പ്രൈസ് ദ ലോർഡ്. ഈ ജോർദാൻ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജോർദാൻ നദി 2 തടാകങ്ങളെ, 2 കടലുകളെ ബന്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ. ജോർദാൻ നദി ഹെർമോൻ പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഗലീലി നാട്ടിലൂടെ ഒഴുകി ആദ്യമായി വന്ന് പതിക്കുന്ന സമുദ്രത്തിന്റെ പേരാണ്, കടലിന്റെ പേരാണ്, തടാകത്തിന്റെ പേരാണ് ഗലീലി തടാകം അല്ലെങ്കിൽ ഗലീലി കടൽ. അതൊരു വലിയ തടാകമായതുകൊണ്ട് അതിനെ കടൽ എന്നും വിശേഷിപ്പിക്കുന്നു. ഗലീലി തടാകം അല്ലെങ്കിൽ ഗലീലി കടൽ. ഈ ഗലീലി തടാകം, ഗലീലി കടൽ ഇന്ന് ഇസ്രായേൽ നാടിന്റെ ശുദ്ധജല കേന്ദ്രമാണ്. ഇസ്രായേൽ നാട് ഒരു വലിയ ഭാഗം മുഴുവൻ മരുഭൂമിയാണ്. മറൊരു ഭാഗം മുഴുവൻ നല്ല സസ്യജലാദികൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടങ്ങളാണ്. ഈ ഇസ്രായേൽ നാട്ടിലെ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണിയാണ്, ശുദ്ധജല കേന്ദ്രമാണ് ഈ ഗലീലി തടാകം. ആദ്യകാലം മുതലേ ഈ ഗലീലി തടാകമായിരുന്നു പലസ്തീന നാടിനെ, ഇസ്രായേൽ നാടിനെ ജലം നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഈ ജോർദാൻ നദി ഒഴുകി ഒഴുകി ആദ്യം വന്ന് പതിക്കുന്ന കടലാണ്, തടാകമാണ് ഗലീലി തടാകം. അത് ജീവന്റെ സ്രോതസ്സാണ്. അതുള്ളത് കൊണ്ടാണ് ആ നാട്ടിൽ ജീവനും സസ്യലതാദികളെല്ലാം പുഷ്ടിയോടെ വളരണത്. പ്രൈസ് ദ ലോർഡ്. വീണ്ടും ഈ നദി, ജോർദാൻ നദി ഗലീലി തടാകത്തിൽ പതിച്ചതിന് ശേഷം ഗലീലി തടാകത്തിന്റെ മറുഭാഗത്തുനിന്ന് വീണ്ടും പുറപ്പെട്ട് അത് ചെന്ന് പതിക്കുന്ന തടാകത്തിന്റെ കടലിന്റെ പേരാണ് ചാവുകടൽ. ചാവുകടൽ എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ ഒട്ടും ജീവജാലങ്ങളില്ല. ഒരു കുഞ്ഞു ജീവാണുവിന് പോലും വസിക്കാൻ പറ്റാത്ത വിധം നശിച്ച ഒരു തടാകമാണ് ചാവുകടൽ.
അവിടെ ജീവജാലങ്ങളേ ഇല്ല, ഒരു മത്സ്യം പോലും ഇല്ല, ഒരു ജീവാണുവും ഇല്ല, ഒന്നുമില്ലാതെ നശിച്ച ഒരു സ്ഥലമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ. പ്രൈസ് ദി ലോർഡ്. ഡെഡ് സീ അഥവാ ചാവുകടൽ, അത് വലിയ നാശത്തിന്റെ പ്രതീകമായി അവിടെ നിലകൊള്ളുന്നു. അതിലെ വെള്ളം ഒരു കാര്യത്തിന് വേണ്ടി, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതീവമായ നാശത്തിന്റെ താഴ്വരയായിട്ടാണ് ഡെഡ് സീ അറിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്. ജോർദാൻ നദി ഗലീലി തടാകത്തിൽ പഠിക്കുമ്പോൾ അത് ജീവന്റെ സ്രോതസ്സായി മാറുന്നു. ആ ഇസ്രായേൽ നാട് മുഴുവനുമുള്ള ശുദ്ധജലം, ആ ഇസ്രായേൽ നാട് സകല ജീവജാലങ്ങൾക്കുമുള്ള ജലം നൽകുന്ന പ്രധാനപ്പെട്ട ജലസ്രോതസ്സായി, ജീവന്റെ സ്രോതസ്സായി ഗലീലി തടാകം നിലകൊള്ളുന്നു. അതേ നദി തന്നെ വീണ്ടും ഒഴുകി ചാവുകടലിൽ പതിക്കുമ്പോൾ അത് മരണത്തിന്റെ, നാശത്തിന്റെ, സമ്പൂർണ്ണ നാശത്തിന്റെ ഒരു കേന്ദ്രമായി നിലകൊള്ളുന്നു. ഒരേ നദി രണ്ട് കടലിൽ പതിക്കുന്നു. ഒന്ന് ജീവന്റെ കേന്ദ്രം, ഒന്ന് മരണത്തിന്റെ കേന്ദ്രം. ഒന്ന് അനുഗ്രഹവും സമൃദ്ധിയുടെയും പ്രതീകം, ഒന്ന് നാശത്തിന്റെയും സമ്പൂർണ്ണ തകർച്ചയുടെയും പ്രതീകം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതങ്ങളും? ഈ ജോർദാൻ നദി, ഒരേ നദി രണ്ട് കടലിൽ പതിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന വ്യക്തികൾ അവരവരുടെ ഉള്ളിന്റെ പ്രകൃതം അനുസരിച്ച് അനുഗ്രഹമോ നാശമോ ആയി ഈ ലോകത്തിൽ നിലകൊള്ളുന്നു. എന്റെ ഹൃദയം നല്ലതാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ നന്മ സ്വീകരിക്കുമ്പോൾ ഈ ഭൂമിക്കൊരു അനുഗ്രഹമായി, ഈ ദേശത്തിന്റെ ഒരു അനുഗ്രഹമായി, എന്റെ സഭയ്ക്കൊരു അനുഗ്രഹമായി, എന്റെ ഇടവകയ്ക്കൊരു അനുഗ്രഹമായി, എന്റെ കുടുംബത്തിനൊരു അനുഗ്രഹമായി ഞാൻ മാറുന്നു. എന്നാൽ ഞാൻ നാശത്തിന്റെ കയ്പ് വേരാണെങ്കിലോ, ഞാൻ നാശത്തിന്റെ അതീവ തകർച്ചയുടെ കഠിനമായ തിന്മയുടെ കൂടാണെങ്കിലോ, ഞാൻ എത്രമാത്രം ദൈവനന്മ, എന്റെ ദൈവം എത്രമാത്രം നന്മ എന്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കിയാലും ഈ ചാവുകടലിൽ പതിക്കുന്ന ജോർദാൻ നദി പോലെ ഇരിക്കും. അവിടുന്ന് ഒരു നന്മയും പുറപ്പെടുന്നില്ല, അവിടുന്ന് ഒരു ഫലവും പുറപ്പെടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തി നല്ല അവസ്ഥയിലാണെങ്കിൽ അതിനുശേഷം അവര് സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും ഒരു കേന്ദ്രമായി സമൂഹത്തിൽ മാറും. ഒരു വ്യക്തി ചീത്ത സ്വഭാവക്കാരനാണെങ്കിലോ, അല്ലെങ്കിൽ പാപത്തിന്റെയും തിന്മയുടെയും കൂടാണെങ്കിലോ, ആ വ്യക്തിയിൽ നിന്ന് കയ്പ് നീർ പുറപ്പെടും. ഹല്ലേലൂയ. നാശം, തിന്മ അവിടുന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഒരിടവകയിൽ രണ്ടുപേർ ഒരുമിച്ച് പോയി ബലിയർപ്പിക്കുന്നു. ഒരാൾ ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റേയാൾ അസൂയിക്കും കുശുമ്പിനും പലതരത്തിലുള്ള വിനാശകരമായ പ്രവൃത്തികൾക്കും തന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നു. ഒരു സിമ്പിൾ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു സിമ്പിൾ ഉദാഹരണം. ഈശോ 12 അപ്പോസ്തലന്മാരെ ഒരുമിച്ചിരുത്തി അപ്പം കൊടുത്ത് 11 പേരിൽ നിന്നും ലോകത്തിൽ ഒരുപാട് നന്മയുണ്ടായി. എന്നാൽ യൂദാസ് അത് സ്വീകരിച്ചപ്പോൾ അവനിൽ നിന്ന് വലിയൊരു തിന്മ, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ലോകത്തിന് മറക്കാൻ പറ്റാത്തൊരു തിന്മ അതിൽ നിന്ന് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുമ്പോൾ, ഞാൻ എന്റെ ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുമ്പോൾ, ഞാൻ എന്റെ ഹൃദയത്തെ നന്നാക്കണം, ഞാൻ എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു സംഗതി അത്രേ. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഇദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓഗസ്റ്റ് മാസത്തിൽ 2006 ഓഗസ്റ്റ് മാസത്തിൽ സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ പാലക്കാട് ജില്ലയിൽ കൃഷിയും ബിസിനസ്സുമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ ബിസിനസ് കരിങ്കൽ കോറിയും ക്രഷർ യൂണിറ്റ് നടത്തി വരിക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ 2006 ഓഗസ്റ്റ് മാസം 13-ാം തീയതി സഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങൾ മാതാപിതാക്കന്മാരോടൊപ്പം ആദ്യമായി ധ്യാനത്തിൽ പങ്കെടുത്തു. 1986 മുതൽ 40ഓളം തൊഴിലാളികളുമായി കരിങ്കൽ കോറിയും ക്രഷർ യൂണിറ്റും നടത്തി വരികയായിരുന്നു. ധ്യാനത്തിൽ എടുത്ത ക്ലാസുകളിൽ ഞങ്ങളുടെ ഹൃദയം എത്രമാത്രം പാപത്തിൽ പൂണ്ടുകിടക്കുന്നതാണെന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടി. അന്യദൈവ ആരാധന തുടങ്ങി സകല ഉടമ്പടികളിൽ ലംഘിച്ച് സകല പ്രമാണങ്ങളും തെറ്റിച്ച് ദൈവത്തിന് വിപരീതമായി നടക്കുന്ന ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലും ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിപരീതമായി പാപവഴികളിൽ ഞങ്ങൾ വ്യാപരിച്ചിരുന്നു. ആ ധ്യാനത്തിൽ വെച്ച് ഞങ്ങൾ കർത്താവിനോട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ഹൃദയം നന്നായി വിശുദ്ധമാക്കുകയും ചെയ്തു.
ധ്യാനം കഴിഞ്ഞ് വന്ന് അന്ന് തൊട്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിനുള്ളിൽ അതുവരെ ഞങ്ങൾ അനുവർത്തിച്ചിരുന്ന പാപങ്ങളൊന്നും പാടില്ല എന്ന് തൊഴിലാളികളോടും മറ്റുള്ളവരോടും ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ തന്നെ വിശുദ്ധമാക്കി. വികാരിയച്ഛനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളും വാഹനങ്ങളും വെഞ്ചിരിപ്പ് നടത്തി. കഴിഞ്ഞ 20 വർഷ കാലയളവിൽ ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് കണക്കില്ല. സാമ്പത്തികമായി ഞങ്ങൾ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തൊഴിൽ മേഖലകൾ മിഷണറികൾ നിരന്തരം റിപ്പയറും കേടുപാടുകളും സംഭവിച്ച് ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തി വെച്ചിരുന്നു. കോറിയിൽ തുടരെ അപകടങ്ങൾ, സ്ഫോടക വസ്തുക്കൾ അനധികൃതമായി സൂക്ഷിച്ചതിന് നിരവധി കേസുകൾ, 30 ലക്ഷം രൂപ ലോൺ എടുത്ത് സമയത്തിന് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതിനാൽ ജപ്തി നോട്ടീസും മറ്റ് പ്രശ്നങ്ങളും വേറെ. ഇങ്ങനെ എല്ലാം കൂടി കുഴഞ്ഞ സമയത്താണ് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ പ്രശ്നബാധിതമായ ഒരു സാഹചര്യത്തിൽ ഇവർ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു. അവർ അവരുടെ പാപത്തെ തിരിച്ചറിഞ്ഞ്, അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ്, കയ്പുനീർ തടാകമായി കിടന്ന, പാപത്തിന്റെ തടാകമായി കിടന്ന അവരുടെ ജീവിതത്തെ അവർ തിരിച്ചറിഞ്ഞു. ആ ജീവിതത്തെ അവർ ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചു. അവർ പാപം ഉപേക്ഷിച്ചു. അവർ നല്ലൊരു ഗലീലി തടാകമാകാൻ വേണ്ടി ആഗ്രഹിച്ച് ചാവുകടലായി കിടന്ന അവരുടെ ഹൃദയത്തെ ഒരു ഗലീലി തടാകമാക്കാൻ വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയം ശുദ്ധീകരിച്ചൊരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഇപ്പൊ എന്തവസ്ഥയിൽ കിടന്നാലും ശരി, ആ ഹൃദയം ദൈവത്തിന് ഏൽപ്പിച്ചാൽ ചാവുകടൽ പോലെ സമ്പൂർണ്ണ നാശത്തിന്റെ പിടിയിൽ കിടക്കുന്ന ഹൃദയമാണെങ്കിലും അത് ദൈവത്തിന് എടുത്തു കൊടുത്താൽ ദൈവം അതിനെ പൂർണ്ണമായും മാറ്റി ഒരു പുത്തൻ അവസ്ഥയിൽ ഒരു പുതിയ ഹൃദയമാക്കി ദൈവം നമുക്ക് തരും. ചാവുകടൽ പോലെ ആയിരുന്ന ഹൃദയത്തെ ദൈവത്തിന് കൊടുത്തു. ദൈവം അതെടുത്ത് വിശുദ്ധീകരിച്ച് ഗലീലി തടാകം പോലെ നല്ലൊരു ജീവന്റെ സ്രോതസ്സായി ദൈവം അവർക്ക് കൊടുത്തു. ആ ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടായി, ആ ഹൃദയത്തിൽ ദൈവത്തിൽ പ്രത്യാശയുണ്ടായി, ആ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടായി, ആ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടായി, ആ ഹൃദയത്തിൽ വിശുദ്ധ ജീവിതത്തിന് താല്പര്യമുണ്ടായി, ആ ഹൃദയത്തിൽ ദശാംശം കൊടുക്കാൻ പ്രേരണയുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ എല്ലാ പ്രേരണകളുമുള്ള ഒരു ഹൃദയം അവർക്ക് ധ്യാനത്തിൽ വെച്ച് തിരിച്ചു കിട്ടി. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ധ്യാനം കഴിഞ്ഞ് വന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ സ്ഥാപനം ആവശ്യപ്പെട്ട് നിരവധി വ്യക്തികൾ വരാൻ തുടങ്ങി. ഞങ്ങളുടെ സ്ഥാപനം വിൽക്കാൻ വർഷങ്ങളായി ആഗ്രഹിച്ചിട്ട് നടക്കാതെ ക്ലേശിച്ചിരുന്ന സമയത്താണ് ധ്യാനം കൂടിയത്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം 1,82,00,000 രൂപയ്ക്ക് കച്ചവടം നടന്നു. പ്രൈസ് ദി ലോർഡ്. 1,82,00,000 രൂപയ്ക്ക് ഞങ്ങളുടെ സ്ഥാപനം കച്ചവടം നടന്നു. ഞങ്ങളുടെ കടമെല്ലാം വീട്ടി, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ക്രമീകരിച്ചു. ഇപ്പോൾ ഞങ്ങൾ 7 ഏക്കർ സ്ഥലം വിറ്റ ഞങ്ങൾ പകരം 9.5 ഏക്കർ റബ്ബറും തെങ്ങും തോട്ടവും കൂടെ വാങ്ങിച്ച് സന്തോഷമായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കടം മാറി, എല്ലാ പ്രശ്നങ്ങളും മാറി. ഇപ്പോൾ മനസമാധാനത്തിൽ ദൈവത്തെ ആരാധിച്ച് ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ സന്തോഷം, ആ സന്തോഷത്തിൽ ജീവിക്കുന്നു. മാത്രമല്ല, എടാകൂടം പിടിച്ച് എല്ലാം മാറി. പുതിയ റബ്ബർത്തോട്ടവും പുതിയ തെങ്ങുന്തോട്ടവും. 7 ഏക്കർ സ്ഥലമാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇപ്പൊ 9.5 ഏക്കർ നല്ല സ്ഥലം അവർക്ക് ദൈവം കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ പ്രസക്തമായ ഒരു സംശയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം ഇവർ പ്രാർത്ഥിച്ചിരുന്നതല്ലേ? ഈ കഴിഞ്ഞ 20 വർഷക്കാലം ദൈവം ഇവരെ അനുഗ്രഹിച്ചിരുന്നില്ലേ? അനുഗ്രഹിച്ചിരുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പക്ഷേ ആ അനുഗ്രഹമെല്ലാം ജോർദാൻ നദി ചാവുകടലിലേക്ക് പോയോലായി പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ നിന്ന് തിരിച്ച് ഇവരുടെ ജീവിതത്തിൽ നന്മ വളർന്നില്ല, ഇവരുടെ ജീവിതത്തിൽ പുഷ്ടി ഉണ്ടായില്ല, ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായില്ല. എന്നാൽ ഇവർ തങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുത്ത് ചാവുകടൽ പോലെയുള്ള നാശത്തിന്റെ താഴ്വരയായിരുന്ന മനസ്സും ഹൃദയവും ആത്മാവ് ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്നൊരു പുതിയ ഹൃദയം ഇവർ പ്രാപിച്ചു. അതിനുശേഷം ഇവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോഴും ദൈവം അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ജോർദാൻ നദി ഗലീലി തടാകത്തിലേക്ക് വന്നതുപോലെയുള്ള അനുഭവമാണ് അവർക്കുണ്ടായത്. അതിൽ നിന്ന് പുതിയ ജീവൻ, പുതിയ സന്തോഷം, പുതിയ അഭിഷേകം, അത് ജീവന്റെ സ്രോതസ്സായി മാറി. അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന നന്മയെല്ലാം അനേകർക്ക് അനുഗ്രഹമായി മാറി. ഇന്ന് അവർക്ക് വീട്, തോട്ടം, സ്ഥലം, സമാധാനം, സന്തോഷം. ഇന്നിവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ദൈവവേല ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിനെ കുറിച്ച് മറ്റുള്ളവരോട് സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള കാര്യമത്രേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജോർദാൻ നദി ഗലീലി തടാകത്തിലേക്ക് പതിക്കുന്നത് പോലെ, ഗലീലി തടാകത്തിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ നല്ല അനുഗ്രഹത്തിന്റെ ഒരു ജീവിതം ഉണ്ടാകാൻ ഞാൻ എന്റെ ഹൃദയത്തെ, എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്ത് വിശുദ്ധീകരിക്കണം.
ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് ജീവിതത്തിലും മറ്റുള്ളവർക്കും, ഇടവകയ്ക്കും, സഭയ്ക്കും, രൂപതയ്ക്കും, ദേശത്തിനും, നാടിനും അനുഗ്രഹമാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന നമ്മുടെ ഹൃദയം നല്ല വിധത്തിലിരിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 36-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി പകരം മാംസളമായ ഹൃദയം ഞാൻ നൽകും. പ്രൈസ് ദി ലോർഡ്. ചാവുകടൽ പോലെ നശിച്ച ഒരു ഹൃദയമാണ് ഇപ്പോൾ നമ്മുടെ ഹൃദയമെങ്കിലും നിരാശപ്പെടേണ്ട. ഈ ഹൃദയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ ദൈവം ഈ ഹൃദയത്തെ എടുത്ത് അത് പ്രത്യാശ ഭരിതമായ, വിശുദ്ധിയുടെ കേന്ദ്രമായ, പ്രത്യാശയുടെ താഴ്വരമായ ഒരു പുതിയ ഹൃദയമാക്കി മാറ്റും. ആഘോർ താഴ്വരയെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കുന്നവനാണ് ദൈവം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ, ഹാലലുയ. കർത്താവെ, ഒത്തിരി കാലമായി അന്ധകാരത്തിലും പാപത്തിലും തിന്മയിലും അകപ്പെട്ട് എത്ര അനുഗ്രഹം വന്നാലും അതുകൊണ്ട് 5 പൈസയുടെ മേൽഗതിയില്ലാതെ നശിച്ച അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളെയും അങ്ങനെയുള്ള കുടുംബങ്ങളെയും ഇപ്പോൾ കാണണമേ. ജീർണതയുടെയും നാശത്തിന്റെയും മരണത്തിന്റെയും തകർച്ചയുടെയും കലഹത്തിന്റെയും ശിഥിലീകരണത്തിന്റെയും പിടിയിലമർന്ന് ഡെഡ് സീ പോലെ, ചാവുകടല് പോലെ എത്ര അനുഗ്രഹം വന്നാലും ഒരു മേൽഗതിയില്ലാതിരിക്കുന്ന കുടുംബങ്ങളെ കാണണമേ കർത്താവെ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിലേക്ക് പ്രവർത്തിക്കട്ടെ. ആ ഹൃദയങ്ങളും ആ അവസ്ഥകളും ദൈവത്തിന് കൊടുത്ത് ഒരു പുതിയ ഹൃദയം പ്രാപിപ്പാൻ, ഒരു പുതിയ അവസ്ഥയെ പ്രാപിപ്പാൻ, ഒരു പുതിയ അഭിഷേകത്തെ പ്രാപിപ്പാൻ ആ ഉത്കടമായ ദാഹങ്ങൾ അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് അനുഗ്രഹം ചൊരിയുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അവിടുന്ന് അനുഗ്രഹം ചൊരിയുമ്പോൾ, അവിടുന്ന് ചൊരിയുന്ന അനുഗ്രഹങ്ങളെല്ലാം ദേശത്തിന് അനുഗ്രഹമാകാൻ, സഭയ്ക്ക് അനുഗ്രഹമാകാൻ, ഇടവകയ്ക്ക് അനുഗ്രഹമാകാൻ, ഞങ്ങളുടെ സകല കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ നല്ല ഹൃദയങ്ങളാക്കണമേ, വിശുദ്ധിയുള്ള ഹൃദയങ്ങളാക്കണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരനുഭവം കിട്ടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തെ വിളിക്കുക. അനുദപിക്കാൻ പറ്റാതെ, പശ്ചാത്തപിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തെ വിളിക്കുക. എന്റെ ഹൃദയം ഒരു നശിച്ച ഹൃദയമാണല്ലോ, എന്റെ ജീവിതം ഒരു നശിച്ച ജീവിതമാണല്ലോ, എന്റെ കുടുംബം ഒരു നശിച്ച കുടുംബമാണല്ലോ. ഈ വേദനയോടെ ഇരിക്കുന്ന മക്കൾ ഇപ്പോൾ ദൈവത്തെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ, കരങ്ങൾ കൊണ്ട് തൊട്ട് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാം ആരാധന, ആരാധന, പ്രിയപ്പെട്ട ദൈവമക്കളെ,
എത്രയോ വർഷങ്ങളായി ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും സ്വർഗത്തിന്റെ നന്മകൾ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയം ശുദ്ധമായിരുന്നു. ചാവുകടൽ പോലെ ഏത് അനുഗ്രഹം വന്നാലും എല്ലാം അവിടെ വെച്ച് അവസാനിക്കുന്ന തക്കവിധം നശിച്ചൊരു ഹൃദയമായിരുന്നു എന്റെ ഹൃദയം. ഈ നിമിഷങ്ങളിൽ ദൈവം വാഗ്ദാനം നൽകുന്നു, നിന്റെ ഹൃദയം ശിലാതുല്യമായി, നിന്റെ ഹൃദയം ചാവുകടലിന് തുല്യമായി, നിന്റെ ഹൃദയം ബെൻഹിന്നോൻ താഴ്വരയ്ക്ക് തുല്യമായി, നിന്റെ ഹൃദയം ആഘോർ താഴ്വരയ്ക്ക് തുല്യമായി, നിന്റെ ഹൃദയം നീ എന്റെ കൈകളിൽ ഏൽപ്പിക്കുക. ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ഹൃദയം ഞാൻ നൽകും. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ വിളിക്കുക, ദൈവമേ ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണമേ. ദൈവത്തിന്റെ വചനം 145 സങ്കീർത്തനത്തിൽ 16 വാക്യം, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കുക. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി, വിശുദ്ധമായൊരു ഹൃദയത്തിന് വേണ്ടി വിളിക്കുക. എന്റെ ജീവിതത്തിന്റെ സകല നന്മകളുടെയും അടിസ്ഥാനം ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന നന്മയുള്ളൊരു ഹൃദയമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉറക്കെ വിളിക്കുക, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഹൃദയത്തെ ഒരു പുതിയ ഹൃദയമാക്കണമേ. ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസളമായ, വിശുദ്ധിയുള്ള, നന്മയുള്ള, അനുഗ്രഹമുള്ള ഒരു ദൈവ കൃപ നിറഞ്ഞൊരു ഹൃദയം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. തകർന്നിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. ജീവിതത്തിന്റെ ദുശീലങ്ങൾ ഓർത്ത്, പാപം ഓർത്ത് നിരാശപ്പെട്ട് ഇനി ഒരിക്കലും മാറ്റമില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ അവിടുത്തെ സ്പർശനങ്ങൾ നൽകി വ്യത്യാസപ്പെടുത്തണമേ. എൻ്റെ പേര് സിസ്റ്റർ വെർജീലിയ. ഞാൻ അരിഫലം കോൺവെന്റിൽ നിന്ന് വരുന്നു. ഇതിനു മുമ്പ് ഇവിടെ ഒരു ഫ്രൈഡേയിൽ, വെള്ളിയാഴ്ച സെൻറ് ജോസഫ് കോൺവെന്റിൽ നിന്ന് ടീച്ചേഴ്സും കുട്ടികളും കൂടി വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. അന്ന് വന്നപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2004 ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം വാൽവിൻ്റെ 2 ബ്ലോക്ക്, ഷുഗർ, കൊളസ്ട്രോൾ, ഫുഡ് അലർജി, സ്കിൻ അലർജി, ഫംഗസ് എന്ന രോഗമാണ് എൻ്റെ കാലിലുള്ളത്, മുട്ടുകാലിലും. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഇംഗ്ലീഷ് മരുന്ന് എടുക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഇംഗ്ലീഷ് മരുന്ന് എടുത്താൽ ഉടനെ കുഴഞ്ഞു വീണ് ഒട്ടും സാധിക്കുന്നില്ല. കൂടാണ്ട് ഹോമിയോ എടുത്ത് കുറേ നാൾ, ആയുർവേദത്തെ എടുത്തിട്ട് എനിക്ക് ഒട്ടും പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു മരുന്നുമില്ല, പ്രാർത്ഥനയിൽ നിൽക്കുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ സാധാരണ ഭക്ഷണം കഴിച്ചു, പ്രാർത്ഥിച്ചു. ഷുഗറിൻ്റെ അസുഖം കൂടുതലുള്ളപ്പോഴേക്കും നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്കും വായും മുഴുവൻ കഴിക്കും, ലിപ്സിലെ ചുണ്ടിലെ ഒരു നേരിയ സാധനം പോലെ വന്ന് നിൽക്കും. അത് കളഞ്ഞ് അങ്ങനെ പോവുകയായിരുന്നു. കൂടുതലെടുക്കുന്നത് നെല്ലിക്ക ഉണങ്ങിയത് വെള്ളത്തിലിട്ട് കുടിക്കും, അതിൽ ലൈം ജ്യൂസ്. നാരങ്ങ 5 കൊണ്ടുവന്നിട്ടുണ്ട് ഈ ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരെണ്ണം പോലെ ഞാൻ എടുത്തില്ല. ഇവിടുത്തെ സാധാരണ ഭക്ഷണം തന്നെ കഴിച്ചു. എല്ലാം കൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അത്ഭുത സൗഖ്യത്തെ കർത്താവ് നൽകിയല്ലോ. കൈയെടുത്ത് സ്വയം ആരാധിച്ച്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ഞങ്ങളുടെ അഡ്രസ്
ഡയറക്ടർ സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678-589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.